നമ്മുടെ ഇംഗ്ലീഷ് അത് സ്പീച്ച് ആയാലും റൈറ്റിംഗ് ആയാലും ക്വിക്കലി ഇംപ്രൂവ് ചെയ്യാൻ കുറച്ചുകൂടി ഇംപ്രസീവ് ആക്കാൻ ഒരു സിമ്പിൾ ടെക്നിക് ഉണ്ട്. വേർഡ് ഓർഡർ ഒന്ന് മാറ്റിയാൽ മതി. ഓക്കെ, എല്ലാ ഇംഗ്ലീഷ് സെന്റൻസിനും ഒരു പർട്ടിക്കുലർ വേർഡ് ഓർഡർ ഉണ്ട്. പക്ഷെ നമുക്ക് അതേ ഓർഡർ തന്നെ എല്ലായ്പ്പോഴും ഫോളോ ചെയ്യണമെന്നില്ല. നമുക്ക് പലപ്പോഴും ഒരു സെന്റൻസ് ഒരു നെഗറ്റീവ് അഡ്വർബ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഓക്സിലറി വെർബ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് എല്ലായ്പ്പോഴും ഓക്സിലറീസ് ഉപയോഗിച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ അല്ലാത്ത സെന്റൻസസും നമുക്ക് ഓക്സിലറീസ് ഉപയോഗിച്ച് പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഈ ടെക്നിക്കിനാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇങ്ങനെ വേർഡ് ഓർഡർ മാറ്റാൻ സാധിക്കില്ല. അതിന് അതിൻ്റെതായ ചില റൂൾസ് ഉണ്ട്. ഇൻവേർഷൻ പല തരത്തിലുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻവേർഷന്റെ എല്ലാ ഫോമും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാം. പിന്നെ നമ്മുടെ ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ലെസന്റെ ഹോംവർക്ക് നോക്കാം. ഈ ലെസന്റെ അവസാനവും ഉണ്ട് ഒരു ഹോംവർക്ക്. നിങ്ങൾ ഈ ലെസൺ കണ്ടതിന് ശേഷം അതുകൂടി ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ ഇപ്പോഴും അവൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ വെയിറ്റ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോഴും കാത്തിരിക്കുകയാണ്. വി ആർ സ്റ്റിൽ വെയിറ്റിംഗ്. അവന് വേണ്ടിയിട്ട് ഫോർ ഹിം, വരാൻ, ടു കം അല്ലെങ്കിൽ അറൈവ്. വി ആർ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ഹിം ടു കം അല്ലെങ്കിൽ ഫോർ ഹിം ടു അറൈവ്. ഞങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഇപ്പോഴും എന്ന മീനിങ് കിട്ടാനാണ് നമ്മളിവിടെ സ്റ്റിൽ എന്ന അഡ്വർബ് കൂടി യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ മഴ ലഭിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. മഴയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണെങ്കിൽ ഹോപ്പ് എന്ന വെർബ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ എക്സ്പെക്ട് ഉപയോഗിച്ചാൽ മതി. നമുക്കിത് പല രീതിയിൽ പറയാം. വി എക്സ്പെക്ട് റെയിൻ സൂൺ. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാം. പ്രസന്റ് കണ്ടിന്യൂസിൽ പറയാം. വി ആർ എക്സ്പെക്ടിങ് റെയിൻ സൂൺ. ഇനി ഒരുപാട് പ്രതീക്ഷയോടെ ഇരിക്കുകയാണെങ്കിൽ ഹോപ്പ് എന്ന വെർബ് യൂസ് ചെയ്യാം. വി ആർ ഹോപ്പിംഗ് ഫോർ റെയിൻ സൂൺ. ഹോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റിന് മുന്നിൽ ഫോർ എന്നൊരു പ്രിപ്പോസിഷൻ കൂടിയുണ്ട്. വി ആർ ഹോപ്പിംഗ് ഫോർ റെയിൻ സൂൺ. വി ആർ ഹോപ്പിംഗ് റെയിൻ അല്ല, വി ആർ ഹോപ്പിംഗ് ഫോർ റെയിൻ സൂൺ. ഇതെല്ലാം നമുക്ക് ദാറ്റ് ക്ലോസ് ഉപയോഗിച്ചും പറയാം. വി എക്സ്പെക്ട് ദാറ്റ് ഇറ്റ് വിൽ റെയിൻ സൂൺ എന്നും പറയാവുന്നതാണ്. എല്ലാ ജോലിക്കാരും 8 മണിക്ക് ജോലി തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. All workers are expected to start work at 8. All workers are expected to start work at 8 അല്ലെങ്കിൽ it is expected that all workers will start work at 8. അവൾക്ക് ഫ്ലൈറ്റ് നഷ്ടമാവില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പിന് ശേഷം നമുക്ക് സിമ്പിൾ പ്രസന്റും സിമ്പിൾ ഫ്യൂച്ചറും ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ഐ ഹോപ്പ് ഷീ ഡസൻ മിസ് ഹെർ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഐ ഹോപ്പ് ഷീ വോണ്ട് മിസ് ഹെർ ഫ്ലൈറ്റ്. അടുത്ത മാസം മുംബൈ സന്ദർശിക്കുമ്പോൾ പഴയ ചില സുഹൃത്തുക്കളെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. I hope to meet some old friends when I visit Mumbai next week. വെന്നിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇവിടെ രണ്ട് കാര്യങ്ങളും ഫ്യൂച്ചറിൽ നടക്കാനുള്ളതാണ്. ഇങ്ങനെ രണ്ട് ക്ലോസും ഫ്യൂച്ചറിനെ കുറിച്ചാവുമ്പോൾ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിൽ ഫ്യൂച്ചർ ടെൻസസ് ഒരിക്കലും യൂസ് ചെയ്യാറില്ല. സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ മെയിൻ ക്ലോസിൽ ഉപയോഗിച്ചതും സിമ്പിൾ പ്രസന്റ് തന്നെയാണ്. ഐ ഹോപ്പ് ടു മീറ്റ് സം ഓൾഡ് ഫ്രണ്ട്സ് വെൻ ഐ വിസിറ്റ് മുംബൈ നെക്സ്റ്റ് വീക്ക്. വെൻ ഐ വിൽ വിസിറ്റ് മുംബൈ അല്ല, സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നില്ല. സിമ്പിൾ പ്രസന്റ് ആണ് ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. അവരെത്തിയിരിക്കുന്നു. ആദ്യം പറയുന്നത് ബേസിക്സ് ആണ്. ദേ ഹാവ് അറൈവ്ഡ്. ഇതൊരു നോർമൽ സെന്റൻസ് ആണ്. ഇതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ നമുക്ക് ആ ഹാവിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെച്ചാൽ മതി. ഹാവ് ദേ അറൈവ്ഡ്. ഒരു ഇംഗ്ലീഷ് സെന്റൻസ് നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത് സബ്ജക്റ്റ് ഉപയോഗിച്ചായിരിക്കും. ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഓക്സിലറി വെർബ് ഉപയോഗിച്ചായിരിക്കും. ഒരു WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് തുടങ്ങുന്നത് ഒരു WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചായിരിക്കും. പിന്നെ അതിനുശേഷം ഓക്സിലറി വരും. ഇതാണ് ഒരു നോർമൽ ഇംഗ്ലീഷ് സെന്റൻസിന്റെ വേർഡ് ഓർഡർ. ഹാവ് ദേ അറൈവ്ഡ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഓക്സിലറി മാത്രമാണ് സബ്ജക്റ്റിന് മുന്നിലേക്ക് മാറ്റുന്നത്. ആ വെർബിനെ മുഴുവൻ എടുത്ത് സബ്ജക്റ്റിന് മുന്നിലേക്ക് മാറ്റുന്നില്ല. ഒരു വെർബിൽ ഒന്നിൽ കൂടുതൽ ഓക്സിലറീസ് ഉണ്ടെങ്കിൽ അതിലെ ആദ്യത്തെ ഓക്സിലറി മാത്രമേ നമ്മൾ സബ്ജക്റ്റിന് മുന്നിലേക്ക് വയ്ക്കൂ. മീറ്റിംഗ് മാറ്റി വെച്ചിരിക്കുന്നു. ദ മീറ്റിംഗ് ഹാസ് ബീൻ പോസ്റ്റ്പോൺഡ്. ദ മീറ്റിംഗ് ഹാസ് ബീൻ പോസ്റ്റ്പോൺഡ്. ഇനി മീറ്റിംഗ് മാറ്റി വച്ചിരിക്കുന്നോ എന്ന് ചോദിക്കണമെങ്കിലോ ഹാസ് ദ മീറ്റിംഗ് ബീൻ പോസ്റ്റ്പോൺഡ്. ഇവിടെ നമ്മൾ ഹാസ് എന്ന ഓക്സിലറി മാത്രമാണ് സബ്ജക്റ്റിന് മുന്നിലേക്ക് മാറ്റിയത്. ബീൻ എന്ന വെർബിനെ ഓക്സിലറിയെ നമ്മൾ മാറ്റുന്നില്ല. ഹാസ് ദ മീറ്റിംഗ് ബീൻ പോസ്റ്റ്പോൺഡ്. ഫസ്റ്റ് ഓക്സിലറി മാത്രം സബ്ജക്റ്റിന് മുന്നിലേക്ക് മാറ്റുക. ആ വെർബിനെ മുഴുവൻ എടുത്ത് സബ്ജക്റ്റിന് മുന്നിലേക്ക് മാറ്റരുത്. മീറ്റിംഗ് എവിടെയാണ് നടക്കുന്നത്? എവിടെയാണ് നടക്കുന്നത്? ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ WH ക്വസ്റ്റ്യൻ വേർഡായ വേർ ഉപയോഗിച്ചാണ്. Where is the meeting taking place? Where is the meeting taking place? Where is taking place the meeting അല്ല, അതിലെ ഓക്സിലറി വെർബ് അത് മാത്രമാണ് നമ്മൾ സബ്ജക്റ്റിന്റെ മുന്നിലേക്ക് മാറ്റുന്നത്. Where is the meeting taking place? മീറ്റിംഗ് എവിടെ വെച്ചാണ് നടക്കുന്നത്? അപ്പോൾ ഇതുവരെ പറഞ്ഞത് ബേസിക്സ് ആയ കാര്യങ്ങളാണ്. ഒരു സാധാരണ ഇംഗ്ലീഷ് സെന്റൻസ് സബ്ജക്റ്റ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യും. അത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ വേർഡോ അല്ലെങ്കിൽ ഒരു ഓക്സിലറി വെർബോ ഉപയോഗിച്ചാണ് തുടങ്ങുന്നത്. അവൾ എന്തുകൊണ്ടാണ് എൻ്റെ മെസ്സേജിന് മറുപടി അയക്കാത്തത്? അവൾ മറുപടി അയച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണ്?
എന്തുകൊണ്ടാണ് വൈ. ഇത് ഒരു WH ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ വൈ ഉപയോഗിച്ച് തന്നെയാണ്. അവൾ മറുപടി അയച്ചിട്ടില്ല. ഷീ ഹാസൻ റിപ്ലൈഡ് ടു മൈ മെസ്സേജ്. ഷീ ഹാസൻ റിപ്ലൈഡ് പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. മറുപടി അയച്ചിട്ടില്ല. ക്വസ്റ്റ്യൻ ആയത് കാരണം നമ്മൾ ആ ഹാസിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വയ്ക്കും. വൈ ഹാസൻ ഷീ റിപ്ലൈഡ് ടു മൈ മെസ്സേജ്. വൈ ഹാസൻ ഷീ റിപ്ലൈഡ് ടു മൈ മെസ്സേജ്. ഇതൊരു നോർമൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ അതിനുശേഷം ഓക്സിലറി വന്നു. നെഗറ്റീവ് വേർബ്സിന്റെ കേസിൽ കോൺട്രാക്റ്റഡ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ നോട്ട് കൂടി സബ്ജക്റ്റിന് മുന്നിൽ വരും. വൈ ഹാസൻ ഷീ റിപ്ലൈഡ് എന്നാണ് പറയുന്നത്. പക്ഷേ ആ കോൺട്രാക്റ്റഡ് ഫോം അല്ല നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഹാസ് മാത്രമേ സബ്ജക്റ്റിന് മുന്നിൽ വരൂ. വൈ ഹാസ് ഷീ നോട്ട് റിപ്ലൈഡ്. കോൺട്രാക്റ്റഡ് ഫോം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നോട്ട് കൂടി സബ്ജക്റ്റിന് മുന്നിലേക്ക് മാറ്റണം. കോൺട്രാക്റ്റഡ് ഫോം അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നോട്ട് സബ്ജക്റ്റിന് ശേഷം വേണം ഉപയോഗിക്കാൻ. വൈ ഹാസ് നോട്ട് ഷീ അല്ല, വൈ ഹാസ് ഷീ നോട്ട് റിപ്ലൈഡ്, അല്ലെങ്കിൽ വൈ ഹാസൻ ഷീ റിപ്ലൈഡ് ടു മൈ മെസ്സേജ്. ഇനി ഈ ഒരു ചോദ്യത്തിനെ മറ്റൊരു സെന്റൻസിന്റെ ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ വേർഡ് ഓർഡർ അല്ല യൂസ് ചെയ്യുക. അപ്പോൾ സാധാരണ വേർഡ് ഓർഡറാണ് വരിക. അവൾ എന്തുകൊണ്ടാണ് എൻ്റെ മെസ്സേജിന് മറുപടി അയക്കാത്തതെന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു. ഐ വണ്ടേർഡ്, അല്ലെങ്കിൽ ഐ വണ്ടർ. ഐ വണ്ടർ എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടുന്നു എന്നാണ്. ഐ വണ്ടേർഡ് എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെട്ടു. ഐ വണ്ടേർഡ് വൈ ഷീ ഹാഡിൻ റിപ്ലൈഡ് ടു മൈ മെസ്സേജ്. നമ്മൾ ടെൻസ് മാറ്റി. ഐ വണ്ടേർഡ് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ഹാസിൻ്റെ അല്ല പറയുന്നത്, ഹാഡിൻ്റെ എന്നാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. വണ്ടേർഡ് എന്നതിന് പകരം വണ്ടർ ആയിരുന്നു ഉപയോഗിച്ചിരുന്നെങ്കിൽ ഹാസിൻ്റെ മതി. ഐ വണ്ടർ വൈ ഷീ ഹാസൻ റിപ്ലൈഡ് ടു മൈ മെസ്സേജ്. എന്തുകൊണ്ടാണ് മറുപടി അയക്കാത്തതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. ഇവിടെ അത്ഭുതപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ടാണ് പിന്നെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് സബോർഡിനേറ്റ് ക്ലോസിൽ യൂസ് ചെയ്യുന്നത്. ഐ വണ്ടേർഡ് വൈ ഷീ ഹാഡിൻ റിപ്ലൈഡ് ടു മൈ മെസ്സേജ്. ഒരു ക്വസ്റ്റ്യൻ ഒരു സെന്റൻസിന്റെ ഭാഗമായി മാറുമ്പോൾ പിന്നെ അത് ക്വസ്റ്റ്യൻ അല്ല. അതിനൊരു സാധാരണ വേർഡ് ഓർഡറാണ് ഉണ്ടാവുക. അതായത് സബ്ജക്റ്റ് ആദ്യം വരും, പിന്നെ അതിനുശേഷം വെർബ്. അങ്ങനെയാണ് വരിക. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ ഓക്സിലറി വെർബ് ആദ്യം വരും, പിന്നെ സബ്ജക്റ്റ്. ഇവിടെ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ സബ്ജക്റ്റിന് ശേഷം ഓക്സിലറി യൂസ് ചെയ്യുന്നത്. ഇൻവേർഷൻ നമ്മൾ ഏറ്റവും കോമൺ ആയി യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസിലാണ്. അതാണ് നമ്മൾ ഇതുവരെ നോക്കിയത്. ഇനി നമുക്ക് ഇൻവേർഷൻ മറ്റെവിടെയെല്ലാം ഉപയോഗിക്കാം എന്ന് നോക്കാം. ഒരു സെൻറ്റൻസ് സോ ഉപയോഗിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നീദർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നോർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴെല്ലാം അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുക ഇൻവേർട്ടഡ് വേർഡ് ഓർഡറാണ്. അതായത് ഓക്സിലറി വെർബ് സബ്ജക്റ്റിന് മുന്നിൽ വരും. പക്ഷേ ഇതൊന്നും ക്വസ്റ്റ്യൻസ് അല്ല. സോ അതുകൊണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷനാണ്. ആ മീനിങ്ങിൽ സോ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ യൂസ് ചെയ്യരുത്. അത് ശ്രദ്ധിക്കണം. ദേ ഡിഡിൻ ഇൻവൈറ്റ് മീ സോ ഐ ഡിഡിൻ ഗോ. അതുകൊണ്ട് ഞാൻ പോയില്ല. സോ ഡിഡിൻറ്റ് ഐ ഗോ എന്ന് പറയരുത്. സോ ഐ ഡിഡിൻ ഗോ. പക്ഷെ സോ നമ്മൾ അഡ്വർബായും യൂസ് ചെയ്യും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മളിങ്ങനെ ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ യൂസ് ചെയ്യുന്നത്. ഈ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എനിക്ക് വിശക്കുന്നുണ്ട്. ഐ എം ഹംഗ്രി. ഇതൊരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. എനിക്കും വിശക്കുന്നുണ്ട് എന്ന് പറയണമെന്ന് കരുതാം. ഇതൊരു അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയത് കാരണം നിങ്ങൾക്ക് മീ ടു എന്ന് പറയാം. ഇത് തന്നെ നമുക്ക് സോ ഉപയോഗിച്ചും പറയാം. അങ്ങനെ വരുമ്പോൾ പിന്നെ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സിലറി വെർബും പിന്നെ സബ്ജക്റ്റുമാണ്. നമുക്കത് ഇങ്ങനെയും പറയാം. സോ ആം ഐ. എനിക്കും വിശക്കുന്നുണ്ട്, അതാണ് അതിനർത്ഥം. ഐ എം ഹംഗ്രി സോ ആം ഐ. ഒരു അഫിർമേറ്റീവ് സെന്റൻസിനോട് മറ്റൊരു അഫിർമേറ്റീവ് സെന്റൻസ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഇത് കഴിഞ്ഞ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു അഫിർമേറ്റീവ് സെന്റൻസിനോട് ഒരു നെഗറ്റീവ് സെന്റൻസ് ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സെന്റൻസിനോട് മറ്റൊരു നെഗറ്റീവ് സെന്റൻസ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി സോ ഉപയോഗിക്കരുത്. ഐ എം ഹംഗ്രി സോ ആം ഐ. ഇവിടെ സോ ഐ ആം എന്ന് പറയരുത്, സോ ആം ഐ. സോ ഇവിടെ അഡ്വർബായാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് വിശേഷിച്ചൊരു മീനിങ് ഒന്നും ഇവിടെയില്ല. എനിക്കും വിശക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് എന്ന അർത്ഥത്തിലല്ല നമ്മളിവിടെ സോ ഉപയോഗിക്കുന്നത്. ആ മീനിങ്ങിൽ സോ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ ഉപയോഗിക്കരുത്. സാധാരണ വേർഡ് ഓർഡർ വേണം യൂസ് ചെയ്യാൻ. സോ ആം ഐ. എനിക്കും വിശക്കുന്നുണ്ട്. എനിക്ക് പോവണം. ഐ വാണ്ട് ടു ഗോ. എനിക്കും പോവണം. അതെങ്ങനെ പറയും? സോ ഉപയോഗിച്ച് തുടങ്ങാം. പിന്നെ നമ്മൾ എന്ത് പറയണം? അതിനുശേഷം വേണ്ടത് ഓക്സിലറി വെർബാണ്. ഏത് ഓക്സിലറി യൂസ് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ അതിലെ ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അത് ഏത് ടെൻസിലാണ് എന്ന് നോക്കണം. ഐ വാണ്ട് ടു ഗോ എന്ന സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഇനി നമുക്ക് വേണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ആണ്. അത് ഡൂവും ഡസും ആണ്. എനിക്കും പോകണം എന്ന് പറയുമ്പോൾ അവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ്. ഐയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. സോ ഡു ഐ. ഓക്സിലറി ആദ്യം, പിന്നെ സബ്ജക്റ്റ്. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയത് കാരണമാണ് നമ്മളിവിടെ ഡു എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യുന്നത്. ഐ വാണ്ട് ടു ഗോ സോ ഡു ഐ. എനിക്കും പോകണം. സോ ഐ ഡു അല്ല, സോ ഡു ഐ. എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമല്ല. ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഐ ഡോണ്ട് ലൈക്ക് ക്രിക്കറ്റ്. എനിക്കും ഇഷ്ടമല്ല.
ഐ ഡോണ്ട് ഐദർ എന്ന് നമുക്ക് പറയാം. അതല്ലെങ്കിൽ നമുക്ക് ഇതേ കാര്യം തന്നെ നീദർ ഉപയോഗിച്ച് പറയാം, നോർ ഉപയോഗിച്ചും പറയാം. നീദർ ഒരു നെഗറ്റീവ് വേർഡാണ്. ഒരു നെഗറ്റീവ് വേർഡ് ഒരു സെൻറ്റൻസിൻ്റെ ആദ്യം വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇൻവേർട്ടഡ് വേർഡ് ഓർഡറാണ്. അതായത് ഓക്സിലറി വെർബ് ആദ്യം വരും. നീദറിന് മറ്റു പല യൂസസും ഉണ്ട് ഇംഗ്ലീഷിൽ. അതൊരു കൺജങ്ഷനായി നമ്മൾ ഉപയോഗിക്കും. നീദർ നോർ എന്ന കൺജങ്ഷനിൽ ഉപയോഗിക്കും. അതുപോലെ തന്നെ നീദർ ഒരു ഡിറ്റർമിനർ ആണ്. രണ്ടിലൊന്നും എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിറ്റർമിനർ ആണ് നീദർ. ഇതൊന്നും അല്ലാതെ അഡ്വർബായി യൂസ് ചെയ്യുമ്പോഴാണ് നമ്മളിങ്ങനെ ഇൻവേർട്ടഡ് ആയ വേർഡ് ഓർഡർ യൂസ് ചെയ്യുന്നത്. ഐ ഡോണ്ട് ലൈക്ക് ക്രിക്കറ്റ്, ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഓക്സിലറി ഡു ആണ്. ആ ഓക്സിലറി തന്നെയാണ് നമ്മളിനി ഇവിടെ നീദറിന് ശേഷം ഉപയോഗിക്കുന്നത്. നീദർ ഡു ഐ, എനിക്കും ഇഷ്ടമല്ല. ഇവിടെ ഡു ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ്. അവിടെ സബ്ജക്റ്റ് ഹി ആയിരുന്നെങ്കിൽ അവനും ഇഷ്ടമല്ല എന്നാണ് പറയേണ്ടിയിരുന്നെങ്കിൽ നമ്മൾ പറയാം നീദർ ഡസ് ഹി എന്നാണ്. ആദ്യത്തെ സെൻറ്റൻസ്, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഏത് ടെൻസിലാണ് എന്ന് നോക്കി ആ ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വേണം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലും യൂസ് ചെയ്യേണ്ടത്. ഐ ഡോണ്ട് ലൈക്ക് ക്രിക്കറ്റ്, നീദർ ഡു ഐ. ഒരു നെഗറ്റീവ് സെൻറ്റൻസിനോട് മറ്റൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ നീദർ ഉപയോഗിച്ച് അല്ലെങ്കിൽ നോർ ഉപയോഗിച്ച് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോർ ഡു ഐ എന്നും നമുക്ക് പറയാം. അത് കുറച്ചുകൂടി ഫോർമലാണ്. മറ്റൊരു രീതിയിൽ നമുക്കിത് പറയാവുന്നതാണ്. ഐ ഓൾസോ ഡോണ്ട് ലൈക്ക് എന്ന് പറയാം. പക്ഷെ അതിലും ഇമ്പാക്റ്റ് ഉണ്ട് ഇങ്ങനെ പറയുമ്പോൾ. അവൾ എഴുതിയില്ല, അവളെ ലെറ്റർ അയച്ചില്ല, ഇമെയിൽ അയച്ചില്ല, ഒന്നും ചെയ്തില്ല. ഷീ ഡിഡിൻറ്റ് റൈറ്റ്, അവൾ ഫോൺ ചെയ്തതുമില്ല. എഴുതാതിരിക്കുക മാത്രമല്ല ഫോൺ ചെയ്തതുമില്ല. അത് നമ്മളെങ്ങനെ പറയും? രണ്ടും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഷീ ഡിഡിൻറ്റ് റൈറ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെയായിരിക്കും. നീദർ ഡിഡ് ഷീ ഫോൺ, അവൾ ഫോൺ ചെയ്തതുമില്ല. ഷീ ഡിഡിൻറ്റ് റൈറ്റ്, നീദർ ഡിഡ് ഷീ ഫോൺ. നീദർ ഷീ ഡിഡ് ഫോൺ എന്നോ നീദർ ഷീ ഫോൺഡ് എന്നോ ഒന്നും പറയരുത്. നീദർ ഡിഡ് ഷീ ഫോൺ. നീദർ ഒരു നെഗറ്റീവ് വേർഡാണ്. പിന്നെ ആ സെൻറ്റൻസിനകത്ത് നോട്ട് പോലുള്ള മറ്റ് നെഗറ്റീവ് വേർഡ്സ് ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുമില്ല. അതും ശ്രദ്ധിക്കണം. ഷീ ഡിഡിൻറ്റ് റൈറ്റ്, അവൾ എഴുതിയില്ല. നീദർ ഡിഡ് ഷീ ഫോൺ, അവൾ ഫോൺ ചെയ്തതുമില്ല. യാതൊരു കാരണവശാലും നമുക്ക് ഈ മീറ്റിംഗ് മാറ്റിവെക്കാനാവില്ല. എന്തു തന്നെ സംഭവിച്ചാലും നമുക്ക് ഈ മീറ്റിംഗ് മാറ്റിവെക്കാനാവില്ല. ഈ ഒരു കാര്യം പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസാണ്, ഒരു അഡ്വർബിയൽ ഫ്രേസാണ് അണ്ടർ നോ സർക്കംസ്റ്റാൻസസ്. അതൊരു നെഗറ്റീവ് അഡ്വർബിയൽ ആണ്. അത് ഉപയോഗിച്ച് ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുക ഇൻവേർട്ടഡ് വേർഡ് ഓർഡറാണ്. അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് നമുക്ക് ഈ മീറ്റിംഗ് മാറ്റിവെക്കാനാവില്ല. ക്യാൻ വി പോസ്റ്റ്പോൺ ദിസ് മീറ്റിംഗ്. അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് ക്യാൻ വി പോസ്റ്റ്പോൺ ദ മീറ്റിംഗ് അല്ലെങ്കിൽ ദിസ് മീറ്റിംഗ്. വി ക്യാൻ എന്നോ വി കനോട്ട് എന്നോ ഒന്നുമല്ല ഇവിടെ പറയേണ്ടത്. ക്യാൻ വി പോസ്റ്റ്പോൺ ദ മീറ്റിംഗ്. അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് എന്ത് തന്നെ സംഭവിച്ചാലും യാതൊരു കാരണവശാലും ഏത് സാഹചര്യത്തിലും നമുക്ക് ഈ മീറ്റിംഗ് മാറ്റിവെക്കാനാവില്ല. ക്യാൻ വി പോസ്റ്റ്പോൺ ദിസ് മീറ്റിംഗ്. വി കനോട്ട് പോസ്റ്റ്പോൺ ദിസ് മീറ്റിംഗ് എന്ന് പറയുന്നതിനേക്കാളും ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ട് ഇതിങ്ങനെ പറയുമ്പോൾ. അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് ക്യാൻ വി പോസ്റ്റ്പോൺ ദ മീറ്റിംഗ്. യാതൊരു കാരണവശാലും നീ ഈ രഹസ്യം ആരോടും വെളിപ്പെടുത്തരുത്. എന്ത് തന്നെ സംഭവിച്ചാലും ഇത് ആരോടും വെളിപ്പെടുത്തരുത്. യു മസ്റ്റ് നോട്ട് റിവീൽ ദിസ് സീക്രട്ട് ടു എനിവൺ എന്ന് പറയാം. കുറച്ചുകൂടി ഇമ്പാക്റ്റ്ഫുൾ ആയി നമുക്കിത് ഇങ്ങനെയും പറയാവുന്നതാണ്. അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് ഷുഡ് യു റിവീൽ ദിസ് സീക്രട്ട് ടു എനിവൺ. അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് ഷുഡ് യു റിവീൽ. യു ഷുഡ് നോട്ട് റിവീൽ എന്നതിന് പകരമായിട്ടാണ് നമ്മളിവിടെ ഷുഡ് യു റിവീൽ എന്ന് പറയുന്നത്. അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് ഒരു നെഗറ്റീവ് അഡ്വർബിയൽ ആണ്. പിന്നെ ഈ സെൻറ്റൻസിൽ മറ്റൊരു നോട്ട് നമ്മൾ ഉപയോഗിക്കില്ല. അണ്ടർ നോ സർക്കംസ്റ്റാൻസസ് ഷുഡ് യു റിവീൽ ദിസ് സീക്രട്ട് ടു എനിവൺ. യാതൊരു കാരണവശാലും നീ ഈ രഹസ്യം ആരോടും പറയരുത്. യു മസ്റ്റ് നോട്ട് റിവീൽ എന്നും പറയാം, അല്ലെങ്കിൽ യു ഷുഡ് നോട്ട് റിവീൽ എന്നും പറയാം. അതിലും കുറച്ചുകൂടി ഒരു ഡ്രമാറ്റിക് ഇഫക്റ്റ് ഉണ്ട് നമ്മളിത് ഇങ്ങനെ പറയുമ്പോൾ. അവൾക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്താണെന്ന് അവൾ ഒരിക്കലും ബോധവതിയായിരുന്നില്ല. അവൾക്ക് അതിനെക്കുറിച്ച് ഒരു അവയർനെസ്സും ഉണ്ടായിരുന്നില്ല. ഷി വാസ് നോട്ട് അവെയർ ഓഫ് വാട്ട് വാസ് ഹാപ്പനിങ് അറൌണ്ട് ഹെർ എന്ന് പറയാം. ഷി വാസ് നോട്ട് അവെയർ ഓഫ് വാട്ട് വാസ് ഹാപ്പനിങ് അറൌണ്ട് ഹെർ. അതൊരു നോർമൽ സെൻറ്റൻസ്. ഇനി ഇതിനെ നമുക്ക് കുറച്ചുകൂടി പവർഫുള്ളായി എങ്ങനെ പറയാമെന്ന് നോക്കാം. അറ്റ് നോ ടൈം വാസ് ഷി അവെയർ ഓഫ് വാട്ട് വാസ് ഹാപ്പനിങ് അറൌണ്ട് ഹെർ. നമ്മളിവിടെ ഈ സെൻറ്റൻസ് അറ്റ് നോ ടൈം എന്നൊരു അഡ്വർബിയൽ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്തു. അതൊരു നെഗറ്റീവ് അഡ്വർബിയൽ ആണ്. പിന്നെ അതിനുശേഷം ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ ആണ് വരുന്നത്. ഒരു സെൻറ്റൻസ് ഒരു നെഗറ്റീവ് എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ അതിനുശേഷം ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ തന്നെ ഉപയോഗിക്കണം. സോ നെഗറ്റീവ് ആയൊരു വേർഡല്ല, പക്ഷെ അതിനുശേഷവും നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ തന്നെയാണ്. സോ അഡ്വർബായി ഉപയോഗിക്കുമ്പോൾ അറ്റ് നോ ടൈം വാസ് ഷി അവെയർ ഓഫ് വാട്ട് വാസ് ഹാപ്പനിങ് അറൌണ്ട് ഹെർ. അവൾക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾ ഒരിക്കലും ഒരു സമയത്തും അവൾ ബോധവതിയായിരുന്നില്ല, അവെയർ ആയിരുന്നില്ല. അറ്റ് നോ ടൈം വാസ് ഷി. ഷി വാസ് അല്ല, വാസ് ഷി.
ഇത് സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടുക, ഷി വാസ് നോട്ട് അവെയർ ഓഫ് വാട്ട് വാസ് ഹാപ്പനിങ് അറൌണ്ട് ഹെർ. അതിനേക്കാൾ കുറച്ചുകൂടി പവർഫുൾ ആണ് ഈ സെന്റൻസ്. ഞാൻ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോഴേക്കും പ്രശ്നങ്ങൾ തുടങ്ങി. ഞാൻ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാൻ നമുക്ക് ഐ ഹാഡ് ഹാർഡ്ലി അറൈവ്ഡ് എന്ന് പറയാം. അപ്പോഴേക്കും പ്രശ്നങ്ങൾ തുടങ്ങി. ഐ ഹാഡ് ഹാർഡ്ലി അറൈവ്ഡ് വെൻ ട്രബിൾ സ്റ്റാർട്ടഡ്. അത് ഒരു നോർമൽ സെന്റൻസ്. ഐ ഹാഡ് ഹാർഡ്ലി അറൈവ്ഡ് വെൻ ട്രബിൾ സ്റ്റാർട്ടഡ് അല്ലെങ്കിൽ ബിഫോർ ട്രബിൾ സ്റ്റാർട്ടഡ്. ഹാർഡ്ലിക്ക് ശേഷം നമുക്ക് വെൻ ഉപയോഗിക്കാം, ബിഫോർ ഉപയോഗിക്കാം. ഹാർഡ്ലി വെൻ ഒരു കൺജങ്ഷൻ ആണ്. ഐ ഹാഡ് ഹാർഡ്ലി അറൈവ്ഡ് വെൻ ട്രബിൾ സ്റ്റാർട്ടഡ്. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഹാർഡ്ലി ഒരു നെഗറ്റീവ് വേർഡാണ്. ഹാർഡ്ലി ഉപയോഗിച്ച് നമുക്ക് ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക, ഹാർഡ്ലി ഹാഡ് ഐ അറൈവ്ഡ്. ഹാർഡ്ലി ഐ ഹാഡ് അറൈവ്ഡ് അല്ല, ഹാർഡ്ലി ഹാഡ് ഐ അറൈവ്ഡ് വെൻ ട്രബിൾ സ്റ്റാർട്ടഡ്. ഹാർഡ്ലി ഉപയോഗിച്ച്, സ്കെയർസ്ലി ഉപയോഗിച്ച്, റെയർലി ഉപയോഗിച്ച് എല്ലാം നമ്മളൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ വരുന്നത് ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ ആയിരിക്കും. അതായത് ഓക്സിലറി ആദ്യം വരും, പിന്നെ സബ്ജക്റ്റ് വരും. ഹാർഡ്ലി ഹാഡ് ഐ അറൈവ്ഡ് വെൻ ട്രബിൾ സ്റ്റാർട്ടഡ്. അത്ര സൗന്ദര്യമുള്ളൊരു സ്ത്രീയെ ഞാൻ അധികം കണ്ടിട്ടില്ല. ഞാൻ അപൂർവമായേ കണ്ടിട്ടുള്ളൂ, വല്ലപ്പോഴും മാത്രമേ കണ്ടിട്ടുള്ളൂ. സെൽഡം ഹാവ് ഐ സീൻ സച്ച് എ ബ്യൂട്ടിഫുൾ വുമൺ. ഐ ഹാവ് നെവർ സീൻ എന്നോ ഐ ഹാവ് സെൽഡം സീൻ എന്നോ പറയാം. അതിന് പകരമാണ് നമ്മളിത് ഇങ്ങനെ പറയുന്നത്. സെൽഡം ഹാവ് ഐ സീൻ, ഐ ഹാവ് സെൽഡം സീൻ എന്നതിന് പകരം സെൽഡം ഹാവ് ഐ സീൻ എന്ന് പറയാം. സെൽഡം നെഗറ്റീവ് വേർഡാണ്. റെയർലി, ഓൾമോസ്റ്റ്, നെവർ എന്നെല്ലാം അർത്ഥം വരുന്ന ഒരു നെഗറ്റീവ് എക്സ്പ്രഷൻ ആണിത്. നെഗറ്റീവ് അഡ്വർബ് ആണ്. അത് ഉപയോഗിച്ച് സെന്റൻസ് തുടങ്ങുമ്പോൾ പിന്നെ അതിനുശേഷം ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ ആണ് വരിക. സെൽഡം ഹാവ് ഐ സീൻ സച്ച് എ ബ്യൂട്ടിഫുൾ വുമൺ. അത്ര ഭംഗിയുള്ളൊരു സ്ത്രീ. അത്ര എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പ്രഷൻ ആണ് സച്ച്. സച്ചിന് ശേഷം നൗൺ ആണ് വരിക. ആ നൗണിന്റെ കൂടെ വേണമെങ്കിൽ അജക്റ്റീവ് ഉണ്ടാവാം. ഇതേ മീനിങ്ങിൽ വരുന്ന മറ്റൊരു വേർഡാണ് സോ. സോയ്ക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുക അജക്റ്റീവ് ആണ്. ഒരു വേർഡ് ഇംഗ്ലീഷിൽ നമ്മൾ പല രീതിയിൽ യൂസ് ചെയ്യും. സോ നമ്മൾ അഡ്വർബായി യൂസ് ചെയ്യും, കൺജങ്ഷനായി ഉപയോഗിക്കും, മറ്റു പല രീതികളിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത്ര ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. ഐ ഹാഡ് നെവർ സീൻ സച്ച് എ ഫ്രൈറ്റനിങ് സൈറ്റ്. അതൊരു നോർമൽ സെന്റൻസ്. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. നെവർ ഉപയോഗിച്ച് നമുക്ക് ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. നെവർ ഹാഡ് ഐ സീൻ സച്ച് എ ഫ്രൈറ്റനിങ് സൈറ്റ്. സച്ച് എ ഫ്രൈറ്റനിങ് സൈറ്റ് എന്ന് പറയുമ്പോൾ അത്ര ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച. നെവർ ഐ ഹാഡ് സീൻ അല്ല, നെവർ ഹാഡ് ഐ സീൻ. നെവർ നെഗറ്റീവ് വേർഡാണ്. അത് ഉപയോഗിച്ച് സെന്റൻസ് തുടങ്ങുമ്പോൾ പിന്നെ അതിന് ശേഷവും വരുന്നത് ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ ആയിരിക്കും. അവൾ അഭിമുഖീകരിക്കുന്ന അപകടം അവൾ തിരിച്ചറിഞ്ഞില്ല. She didn't realize the danger she faced. She didn't realize the danger she faced. അതൊരു സാധാരണ സെന്റൻസ്. നമുക്കിത് മറ്റൊരു രീതിയിലും പറയാം. ലിറ്റിൽ ഡിഡ് ഷീ റിയലൈസ് ദ ഡേഞ്ചർ ഷീ ഫേസ്ഡ്. അവള് അഭിമുഖീകരിക്കുന്ന ആ ഒരു അപകടത്തിനെ കുറിച്ച് അവൾക്ക് ഒരു ധാരണയും ഇല്ലായിരുന്നു. അവൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ലിറ്റിൽ ഡിഡ് ഷീ റിയലൈസ്. ലിറ്റിൽ ഒരു നെഗറ്റീവ് മീനിങ് ഉള്ള ഒരു എക്സ്പ്രഷൻ ആണ്. അത് ഉപയോഗിച്ച് ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അതിന് ശേഷം ഓക്സിലറി ആണ് ഉപയോഗിച്ചത്. അതിനും ശേഷമാണ് സബ്ജക്റ്റ് വരുന്നത്. ലിറ്റിൽ ഷീ റിയലൈസ്ഡ് അല്ല, ലിറ്റിൽ ഡിഡ് ഷീ റിയലൈസ്. അവൾ തിരിച്ചറിഞ്ഞതേയില്ല. അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ മാത്രം, ഓൺലി ദെൻ. ഓൺലി ഒരു ലിമിറ്റിംഗ് ആയ വേർഡാണ്. അതിനർത്ഥം മാത്രം എന്നാണ്. അവൻ മാത്രം എന്ന് പറയുമ്പോൾ ഓൺലി ഹിം. വെള്ളം മാത്രം എന്ന് പറയുമ്പോൾ ഓൺലി വാട്ടർ. അത് എന്തോ ഒന്ന് കുറവുണ്ട് എന്ന് സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആയ ഒരു മീനിങ് ആണ് അതിന്. ഓൺലി ഉപയോഗിച്ച് നമ്മൾ സെന്റൻസ് തുടങ്ങുമ്പോഴും ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ ആണ് പിന്നെ അതിന് ശേഷം ഉണ്ടാവുക. അപ്പോൾ മാത്രമാണ് അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. ഓൺലി ദെൻ ഡിഡ് ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി മെന്റ്. ഓൺലി ദെൻ ഡിഡ് ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി മെന്റ്. ഐ അണ്ടർസ്റ്റുഡ് വാട്ട് ഹി മെന്റ്. ഓൺലി ദെൻ എന്ന് നമുക്ക് പറയാം. ഓൺലി ദെൻ ഉപയോഗിച്ച് നമ്മൾ ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ അതിനുശേഷം ഓക്സിലറി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓൺലി ദെൻ ഡിഡ് ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി മെന്റ്. ഈ സെന്റൻസസ് എല്ലാം നമ്മളൊരു നോർമൽ സെന്റൻസ് ആയി കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി പവർഫുൾ ആണ്. സാധാരണ രീതിയിൽ പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നവരോട് സാധാരണ രീതിയിലും പറയാം. പക്ഷെ വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഇങ്ങനെയും പറയണം. കാരണം നമ്മൾ ഒരേ സെന്റൻസ് പാറ്റേൺസ് തന്നെ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ റൈറ്റിംഗ് ആയാലും സ്പീച്ച് ആയാലും അത് ബോറിംഗ് ആവും, അത് ഡൾ ആവും. വല്ലപ്പോഴും ഒക്കെ ഇതുപോലത്തെ സെന്റൻസ് പാറ്റേൺസ് ഉപയോഗിക്കുന്ന വഴി നമുക്ക് നമ്മുടെ സ്പീച്ചും റൈറ്റിംഗും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ സാധിക്കും. ഇത്ര അലങ്കോലമായി കിടക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇത്ര അലങ്കോലം എന്നതിന് നമുക്ക് മെസ് എന്ന് പറയാം. നെവർ ഹാവ് ഐ സീൻ സച്ച് എ മെസ്. ഇത്ര അലങ്കോലമായി ഒരു റൂമോ ഒരു വീടോ ഒന്നും കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നെവർ ഹാവ് ഐ സീൻ സച്ച് എ മെസ്. സാധാരണ സെന്റൻസ് ഐ ഹാവ് നെവർ സീൻ ആണ്. നമ്മൾ അതിനെ ഇൻവേർട്ട് ചെയ്ത് പറയുമ്പോൾ നെവർ ഹാവ് ഐ സീൻ സച്ച് എ മെസ് എന്ന് പറയും. കേൾക്കുമ്പോഴേ നമുക്കറിയാം രണ്ടാമത്തെ സെന്റൻസിന് കുറച്ചുകൂടി ഒരു ഫോഴ്സ് ഉണ്ട്. ഇതിലും നല്ലൊരു ഡീൽ നിങ്ങൾ എവിടെയും കണ്ടെത്തില്ല. യു വിൽ നെവർ ഫൈൻഡ് എ ബെറ്റർ ഡീൽ എനിവർ.
അങ്ങനെ നമുക്ക് പറയാം. യു വിൽ നെവർ ഫൈൻഡ് എ ബെറ്റർ ഡീൽ. ഇതിലും നല്ല ഡീൽ എന്ന് പറയുമ്പോൾ ബെറ്റർ ഡീൽ. ഡീൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു സാധനം വാങ്ങിക്കുമ്പോഴോ മറ്റോ അതിന് ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് ലഭിക്കുക, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പ്രോഫിറ്റബിൾ ആവുന്ന രീതിയിൽ അത് ചെയ്യാൻ സാധിക്കുക, അതിനാണ് ഡീൽ എന്ന് പറയുന്നത്. ഇതിലും നല്ലൊരു ഡീൽ നിങ്ങൾക്ക് എവിടെയും കണ്ടെത്താനാവില്ല, നിങ്ങൾ എവിടെയും കണ്ടെത്തില്ല. യു വിൽ നെവർ ഫൈൻഡ് എ ബെറ്റർ ഡീൽ എനിവർ. എവിടെയും കണ്ടെത്തില്ല. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. എനിവർ എന്നതിന് പകരം നമുക്ക് നോവർ ഉപയോഗിക്കാം. അതൊരു നെഗറ്റീവ് വേർഡാണ്. അതിനെ ആദ്യം ഉപയോഗിച്ച് പറയുമ്പോൾ നമുക്ക് പിന്നെ ഇൻവേർട്ടഡ് വേർഡ് ഓർഡറും യൂസ് ചെയ്യണം. നോവർ വിൽ യു ഫൈൻഡ് എ ബെറ്റർ ഡീൽ. നോവർ വിൽ യു ഫൈൻഡ് എ ബെറ്റർ ഡീൽ. നോവർ നെഗറ്റീവ് വേർഡ് ആയത് കാരണം പിന്നെ നമ്മൾ ആ സെന്റൻസിൽ മറ്റ് നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. യു വിൽ നോട്ട് ഫൈൻഡ് എ ബെറ്റർ ഡീൽ എനിവർ എന്ന് നമുക്ക് പറയാം. അതിന് പകരം ഇങ്ങനെയും പറയാം, നോവർ വിൽ യു ഫൈൻഡ് എ ബെറ്റർ ഡീൽ. ഓക്സിലറി ആദ്യം, പിന്നെ അതിനുശേഷം സബ്ജക്റ്റ്. നോവർ വിൽ യു ഫൈൻഡ്. നോവർ യു വിൽ ഫൈൻഡ് അല്ല, നോവർ വിൽ യു ഫൈൻഡ്. പ്രസന്റേഷൻ അവതരിപ്പിച്ചതിന് ശേഷം മാത്രമാണ് അയാൾക്ക് തന്റെ തെറ്റ് മനസ്സിലായത്. സാധാരണ രീതിയിൽ പറയുമ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടുക, ഹി റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക് ഓൺലി ആഫ്റ്റർ ഗിവിംഗ് ദ പ്രസന്റേഷൻ. ഹി റിയലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക് ഓൺലി ആഫ്റ്റർ ഗിവിംഗ് ദ പ്രസന്റേഷൻ. ഇത് ഇൻവേർട്ടഡ് ആയി പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുക, ഓൺലി ആഫ്റ്റർ ഗിവിംഗ് ദ പ്രസന്റേഷൻ ഡിഡ് ഹി റിയലൈസ് ഹിസ് മിസ്റ്റേക്ക്. ഓൺലി ആഫ്റ്റർ ഗിവിംഗ് ദ പ്രസന്റേഷൻ. ഓൺലി ഉപയോഗിച്ചൊരു സെന്റൻസ് തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുക ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ ആണ്, അത് ശ്രദ്ധിക്കണം. ഓൺലി ആഫ്റ്റർ ഗിവിംഗ് ദ പ്രസന്റേഷൻ ഡിഡ് ഹി റിയലൈസ് ഹിസ് മിസ്റ്റേക്ക്. ഹി റിയലൈസ്ഡ് അല്ല, ഡിഡ് ഹി റിയലൈസ്. ഹി റിയലൈസ്ഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ആണ് ഡിഡ്. അത് നമ്മൾ സബ്ജക്റ്റിന് മുന്നിൽ ഉപയോഗിച്ചാണ് പിന്നെ ഈ കാര്യം പറയുന്നത്. ഡിഡ് ഹി റിയലൈസ് ഹിസ് മിസ്റ്റേക്ക്. അവൾ എന്നെ അപൂർവമായേ വിളിക്കാറുള്ളൂ. ഷി റയർലി കോൾസ് മീ. അവൾ എന്നെ അപൂർവമായേ വിളിക്കാറുള്ളൂ. റയർലി ഉപയോഗിച്ച് നമുക്ക് ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. റയർലി ഡസ് ഷീ കോൾ മീ. റയർലി ഡസ് ഷീ കോൾ മീ. റയർലി ഷീ കോൾസ് മീ അല്ല, റയർലി ഡസ് ഷീ കോൾ മീ. ഷീ റയർലി കോൾസ് മീ എന്ന് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഓക്സിലറി ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, ഡസ്. റയർലി ഡസ് ഷീ കോൾ മീ. ഒരു സമയത്തും അവൾക്ക് ഒരു കുറ്റബോധവും തോന്നിയില്ല. ഒരു സമയത്തും തോന്നിയില്ല. She didn't feel any remorse at any time. She didn't feel any remorse at any time. അങ്ങനെ നമുക്ക് പറയാം. She didn't feel any remorse at any time. ഇത് തന്നെ മറ്റൊരു രീതിയിലും പറയാം. At no time did she feel any remorse. At no time did she feel any remorse. ഒരു സമയത്തും അവൾക്ക് തോന്നിയില്ല. At any time എന്നതിന് പകരം നമ്മൾ at no time ഉപയോഗിച്ചു. അതിനെ സെന്റൻസിന്റെ ആദ്യം വെച്ചു. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ ആണ്, അതായത് ഓക്സിലറി ആദ്യം പിന്നെ സബ്ജക്റ്റ്. അറ്റ് നോ ടൈം ഡിഡ് ഷി ഫീൽ എനി റിമോഴ്സ്. അവളുടെ മരണശേഷം മാത്രമേ അയാൾക്ക് അവളെ പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഓൺലി ആഫ്റ്റർ ഹെർ ഡെത്ത്. അവളുടെ മരണശേഷം മാത്രം അയാൾക്ക് അവളെ പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. വാസ് ഹി ഏബിൾ ടു ഫുള്ളി അപ്രീഷിയേറ്റ് ഹെർ. Only after her death was he able to fully appreciate her. He was able to fully appreciate her only after her death. അതാണ് സാധാരണ വേർഡ് ഓർഡർ. നമ്മളിവിടെ ചെയ്യുന്നത് ഓൺലി ആഫ്റ്റർ ഹെർ ഡെത്ത് എന്ന നെഗറ്റീവ് എക്സ്പ്രഷനെ, ആ ഒരു ലിമിറ്റിംഗ് ആയ മീനിങ് ഉള്ള ആ ഒരു എക്സ്പ്രഷനെ സെന്റൻസിന്റെ മുന്നിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ പിന്നെ ഉപയോഗിക്കുന്നത് ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ ആണ്. ഓൺലി ആഫ്റ്റർ ഹെർ ഡെത്ത് വാസ് ഹി ഏബിൾ ടു ഫുള്ളി അപ്രീഷിയേറ്റ് ഹെർ. അതിനുശേഷം മാത്രമേ അയാൾക്ക് അവളെ പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഹി വാസ് ഏബിൾ ടു അല്ല, വാസ് ഹി ഏബിൾ ടു. അവരെന്റെ കുട്ടികളാണെങ്കിൽ ഞാൻ അവരെ ഇത്ര വൈകി ഉണർന്നിരിക്കാൻ അനുവദിക്കില്ല. ഇത്ര സമയം ഉറങ്ങാതെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതൊരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്. അവരെന്റെ കുട്ടികളല്ല. അങ്ങനെയാണെങ്കിൽ ചെയ്യില്ല, അതാണ് പറയേണ്ടത്. നമ്മളിവിടെ ഉപയോഗിക്കുക ടൈപ്പ് 2 കണ്ടീഷനിലാണ്. ഇഫ് ദേ വേർ മൈ ചിൽഡ്രൻ ഐ വുഡിൻ ലെറ്റ് ദം സ്റ്റേ അപ്പ് സോ ലേറ്റ്. സ്റ്റേ അപ്പ് എന്ന് പറയുമ്പോൾ ഉറങ്ങാതെ ഉണർന്നിരിക്കുക. If they were my children, I wouldn't let them stay up so late. Type 2 conditional ഉപയോഗിച്ചു. if ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ്, മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 അതാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. കണ്ടീഷണൽ ക്ലോസസിന്റെ കാര്യത്തിലും നമുക്ക് ഇൻവേർഷൻ ഉപയോഗിക്കാം. if they were my children എന്നതിന് പകരം നമുക്ക് were they my children എന്ന് പറയാം. പിന്നെ if നമ്മൾ യൂസ് ചെയ്യുന്നില്ല. മെയിൻ ക്ലോസിൽ ഒരു ചേഞ്ചും നമ്മൾ വരുത്തുന്നുമില്ല. I wouldn't let them stay up so late. were they my children, if they were my children എന്ന് പറയുന്നതിന് പകരമായിട്ടാണ് നമ്മൾ were they my children എന്ന് പറയുന്നത്. were they my children, I wouldn't let them stay up so late. ഇത്ര വൈകിയിരിക്കാൻ ഞാൻ അവരെ അനുവദിക്കില്ല. I wouldn't let them stay up so late. were ഉപയോഗിച്ച് സെന്റൻസ് തുടങ്ങുമ്പോൾ പിന്നെ അതിനകത്ത് if നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതുകൂടി ശ്രദ്ധിക്കണം. were they my children, I wouldn't let them stay up so late.
നീ ഹോസ്പിറ്റലിൽ ആണെന്ന് എനിക്ക് അറിയുമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ സന്ദർശിക്കുമായിരുന്നു. സന്ദർശിച്ചില്ല, സന്ദർശിക്കുമായിരുന്നു. ഇമാജിനറി സിറ്റുവേഷൻ ആണ്. പാസ്റ്റിൽ എപ്പോഴോ ഉള്ള ഇമാജിനറി സിറ്റുവേഷൻ ആണ്. ടൈപ്പ് 3 കണ്ടീഷണൽ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് പറയാം. എനിക്ക് അറിയുമായിരുന്നെങ്കിൽ, ഇഫ് ഐ ഹാഡ് നോൺ യു വർ ഇൻ ഹോസ്പിറ്റൽ. നീ ഹോസ്പിറ്റലിൽ ആണെന്ന് എനിക്ക് അറിയുമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ സന്ദർശിക്കുമായിരുന്നു. ഐ വുഡ് ഹാവ് വിസിറ്റഡ് യു. ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ് യു വർ ഇൻ ഹോസ്പിറ്റൽ. ദാറ്റ് അവിടെ നിർബന്ധമൊന്നുമില്ല. ഇഫ് ഐ ഹാഡ് നോൺ യു വർ ഇൻ ഹോസ്പിറ്റൽ, ഐ വുഡ് ഹാവ് വിസിറ്റഡ് യു. ഞാൻ നിന്നെ സന്ദർശിക്കുമായിരുന്നു. ഇതും നമുക്ക് ഇൻവേർട്ടഡ് ആയി പറയാം. ഇഫ് ഐ ഹാഡ് നോൺ എന്നതിന് പകരം നമുക്ക് ഹാഡ് ഐ നോൺ എന്ന് പറയാം. പിന്നെ അവിടെ ഈഫ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഹാഡ് ഐ നോൺ യു വർ ഇൻ ഹോസ്പിറ്റൽ ഐ വുഡ് ഹാവ് വിസിറ്റഡ് യു. ഹാഡ് ഐ നോൺ, ഇഫ് ഐ ഹാഡ് നോൺ എന്നതിന് പകരമാണ് നമ്മളിവിടെ ഹാഡ് ഐ നോൺ എന്ന് പറയുന്നത്. ഹാഡ് ഐ നോൺ യു വർ ഇൻ ഹോസ്പിറ്റൽ ഐ വുഡ് ഹാവ് വിസിറ്റഡ് യു. അഥവാ നീ അവനെ കാണുകയാണെങ്കിൽ അവൻ എനിക്ക് ഒരു ലെറ്റർ അയക്കാനുണ്ടെന്ന് പറയണം. നീ അവനെ കാണുകയാണെങ്കിൽ, ഇഫ് യു സീ ഹിം, അവനോട് പറയണം, ടെൽ ഹിം. അഥവാ നീ അവനെ കാണുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ ആ സാധ്യത കുറവാണ് എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ സാധ്യത കുറവാണ് എന്ന് സൂചിപ്പിക്കാൻ വേണമെങ്കിൽ ടൈപ്പ് 2 കണ്ടീഷണൽ യൂസ് ചെയ്യാം. നമുക്ക് ടൈപ്പ് 1 കണ്ടീഷണലിൽ ഷുഡ് ഉപയോഗിച്ചും ഈ കാര്യം പറയാം. ഇഫ് യു സീ ഹിം എന്നതിന് പകരം നമുക്ക് ഇഫ് യു ഷുഡ് സീ ഹിം എന്ന് പറയാം. ആ ഷുഡ് അവിടെ ആഡ് ചെയ്യുന്നത് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സാധ്യത വളരെ കുറവാണ് എന്നാണ്. ഇഫ് യു ഷുഡ് സീ ഹിം ടെൽ ഹിം, അവനോട് പറയൂ എന്ത്, അവൻ എനിക്ക് ഒരു ലെറ്റർ അയക്കാൻ ബാക്കിയുണ്ടെന്ന്. ടെൽ ഹിം ദാറ്റ് ഹി ഓവ്സ് മീ എ ലെറ്റർ. അതങ്ങനെ നമ്മൾ പറയാം. അവൻ എനിക്ക് പണം നൽകാനുണ്ടെങ്കിൽ ഹി ഓവ്സ് മീ മണി. അവൻ എനിക്ക് ഒരു ഡ്രിങ്ക് വാങ്ങിച്ചു തരാനുണ്ടെങ്കിൽ ഹി ഓവ്സ് മീ എ ഡ്രിങ്ക്. അവൻ എനിക്കൊരു കത്ത് അയക്കാനുണ്ട്, ഞാൻ അയച്ചതിന് അവൻ മറുപടി അയച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഹി ഓവ്സ് മീ എ ലെറ്റർ. ഇഫ് യു ഷുഡ് സീ ഹിം ടെൽ ഹിം ദാറ്റ് ഹി ഓവ്സ് മീ എ ലെറ്റർ. അവൻ എനിക്കൊരു ലെറ്റർ അയക്കാനുണ്ട് എന്ന് ഒന്ന് അവനോട് പറയണം. ഈ ഒരു സെൻറ്റൻസ് നമുക്ക് ഷുഡ് ഉപയോഗിച്ച് പറയാം. ഇഫ് യു ഷുഡ് സീ ഹിം എന്നതിന് പകരം നമുക്ക് ഷുഡ് യു സീ ഹിം എന്ന് പറയാം. പിന്നെ ഈഫ് ഉപയോഗിക്കരുത്. ഷുഡ് യു സീ ഹിം, നീ അവനെ കാണുകയാണെങ്കിൽ, ടെൽ ഹിം ദാറ്റ് ഹി ഓവ്സ് മീ എ ലെറ്റർ. ഇതെല്ലാം മിക്സഡ് കണ്ടീഷണൽ ഫോംസ് ആണ്. ഷുഡ് യു സീ ഹിം ടെൽ ഹിം ദാറ്റ് ഹി ഓവ്സ് മീ എ ലെറ്റർ. ഇഫ് യു ഷുഡ് സീ ഹിം എന്നതിന് പകരമാണ് നമ്മളിങ്ങനെ ഷുഡ് യു സീ ഹിം എന്ന് പറയുന്നത്. എനിക്ക് അറിയുമെങ്കിൽ ഞാൻ നിന്നോട് പറയുമായിരുന്നു. എനിക്ക് അറിയുമെങ്കിൽ, ഇഫ് ഐ ഹാഡ് നോൺ, ഞാൻ നിന്നോട് പറയുമായിരുന്നു. ഐ വുഡ് ഹാവ് ടോൾഡ് യു. ടൈപ്പ് 3 കണ്ടീഷണൽ. ഇഫ് ഐ ഹാഡ് നോൺ ഐ വുഡ് ഹാവ് ടോൾഡ് യു. ഹാഡ് ഐ നോൺ ഐ വുഡ് ഹാവ് ടോൾഡ് യു. അങ്ങനെയും നമുക്ക് പറയാം. ഇഫ് ഐ ഹാഡ് നോൺ എന്നതിന് പകരം ഹാഡ് ഐ നോൺ എന്ന് പറയാം. അതൊരു ഇൻവേർട്ടഡ് ഫോമാണ്. നിന്റെ ബ്രദർ അതാ പോകുന്നു. ഒരു സെന്റൻസ് ഹിയർ ഉപയോഗിച്ചും ദർ ഉപയോഗിച്ചും തുടങ്ങുന്ന സമയത്ത്, എല്ലായ്പ്പോഴും അല്ല, ഈ ഒരു മീനിങ്ങിൽ ഒരു സെന്റൻസ് നമ്മൾ ഹിയറോ ദറോ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അതിനുശേഷവും വരെ ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ ആണ്. നിന്റെ ബ്രദർ അതാ പോകുന്നു. ദർ ഗോസ് യുവർ ബ്രദർ. ദർ യുവർ ബ്രദർ ഗോസ് അല്ല, യുവർ ബ്രദർ ഗോസ് ദറും അല്ല, ദർ ഗോസ് യുവർ ബ്രദർ. നിന്റെ ബ്രദർ അതാ പോകുന്നു. ട്രെയിൻ ഇതാ വരുന്നു. ഹിയർ കംസ് ദ ട്രെയിൻ. ദ ട്രെയിൻ കംസ് ഹിയർ അല്ല, ഹിയർ കംസ് ദ ട്രെയിൻ. നമ്മുടെ ബസ് അതാ പോകുന്നു. ദർ ഗോസ് അവർ ബസ്. നമ്മുടെ ബസ് അതാ പോകുന്നു. ദർ അവർ ബസ് ഗോസ് അല്ല, ദർ ഗോസ് അവർ ബസ്. പക്ഷെ സബ്ജക്റ്റ് ഒരു പ്രൊനൗൺ ആവുന്ന സമയത്ത് നമ്മൾ ആ സബ്ജക്റ്റ് തന്നെയാണ് വെർബിന് മുന്നിൽ ഉപയോഗിക്കുക. അവൾ ഇതാ വരുന്നു. ഹിയർ ഷീ കംസ്. ഹിയർ കംസ് ഷീ അല്ല, ഹിയർ ഷീ കംസ്. ഹിയർ ആദ്യം വന്നു, പക്ഷെ പിന്നെ അതിനുശേഷം വന്നത് സബ്ജക്റ്റ് തന്നെയാണ്. ബസ് ആണെങ്കിൽ ഹിയർ കംസ് ദ ബസ് എന്നാണ് പറയാം. ഹിയർ ദ ബസ് കംസ് അല്ല, ഹിയർ കംസ് ദ ബസ്. പക്ഷെ അവൾ ഇതാ വരുന്നു എന്ന് പറയുമ്പോൾ ഹിയർ ഷീ കംസ്. അവർ ഞങ്ങളെ കൊള്ളയടിക്കുക മാത്രമല്ല ആക്രമിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഇതും എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ആണ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇത് പൊതുവെ സെന്റൻസിന്റെ മിഡിലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷൻ ആണ്. പക്ഷെ നോട്ട് ഓൺലി ഉപയോഗിച്ച് നമുക്കൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ അതൊരു നെഗറ്റീവ് എക്സ്പ്രഷൻ ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ അതിനുശേഷം ഓക്സിലറി വന്നിട്ടാണ് സബ്ജക്റ്റ് വരിക. അവർ ഞങ്ങളെ കൊള്ളയടിക്കുക മാത്രമല്ല ചെയ്തത്. നോട്ട് ഓൺലി ഡിഡ് ദേ റോബേഴ്സ് അല്ലെങ്കിൽ ലൂട്ടസ്. നോട്ട് ഓൺലി ഡിഡ് ദേ റോബേഴ്സ്, അവർ ഞങ്ങളെ ആക്രമിക്കുകയും ചെയ്തു. ബട്ട് ദേ ഓൾസോ അറ്റാക്ക്ഡ് us. നോട്ട് ഓൺലി ഡിഡ് ദേ റോബേഴ്സ് ബട്ട് ദേ ഓൾസോ അറ്റാക്ക്ഡ് us. ദേ നോട്ട് ഓൺലി റോബ്ഡ് us ബട്ട് ഓൾസോ അറ്റാക്ക്ഡ് us. അതാണ് നോർമൽ സെന്റൻസ്. ദേ നോട്ട് ഓൺലി റോബ്ഡ് us, അവർ ഞങ്ങളെ കൊള്ളയടിക്കുക മാത്രമല്ല ആക്രമിക്കുകയും ചെയ്തു. ബട്ട് ഓൾസോ അറ്റാക്ക്ഡ് us. നമ്മളിത് ഇങ്ങനെ പറയുമ്പോൾ പിന്നെ വേർഡ് ഓർഡർ ഇങ്ങനെയാണ് വരിക. നോട്ട് ഓൺലി ഡിഡ് ദേ റോബേഴ്സ്, ദേ റോബ്ഡ് us എന്നതിന് പകരം നമ്മൾ ഡിഡ് ദേ റോബേഴ്സ് എന്ന് പറഞ്ഞു. ബട്ട് ദേ ഓൾസോ അറ്റാക്ക്ഡ് us, അവർ ഞങ്ങളെ ആക്രമിക്കുകയും ചെയ്തു. അവൻ ജയിക്കുക മാത്രമല്ല ചെയ്തത്, പുതിയൊരു വേൾഡ് റെക്കോർഡ് ഇടുകയും ചെയ്തു. നോട്ട് ഓൺലി ഡിഡ് ഹി വിൻ ബട്ട് ഹി ഓൾസോ സെറ്റ് എ വേൾഡ് റെക്കോർഡ്.
Not only did he win, but he also set a new world record. He not only won, but also set a new world record. അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം. Not only did he win, but he also set a new world record. കേക്ക് അത്ര രുചി ഉണ്ടായിരുന്നതിനാൽ എല്ലാവരും രണ്ടാമത് ആവശ്യപ്പെട്ടു. എല്ലാവരും വീണ്ടും ചോദിച്ചു. അത് നമുക്ക് ഇങ്ങനെ പറയാം. എവരിബഡി ആസ്ക്ഡ് ഫോർ സെക്കൻഡ്സ്. എവരിബഡി ആസ്ക്ഡ് ഫോർ എ സെക്കൻഡ് ഹെൽപ്പിംഗ്. അതിന് പകരമാണ് എവരിബഡി ആസ്ക്ഡ് ഫോർ സെക്കൻഡ്സ് എന്ന് പറയുന്നത്. കേക്ക് അത്ര രുചി ഉണ്ടായിരുന്നു. ദ കേക്ക് വാസ് സോ ഡെലീഷ്യസ്. എവരിബഡി ആസ്ക്ഡ് ഫോർ സെക്കൻഡ്സ്. അത് നോർമൽ സെന്റൻസ്. നമുക്ക് ഈ സെന്റൻസ് മറ്റൊരു രീതിയിലും പറയാം. സോ ഡെലീഷ്യസ് വാസ് ദ കേക്ക് ദാറ്റ് എവരിബഡി ആസ്ക്ഡ് ഫോർ സെക്കൻഡ്സ്. സോ ഡെലീഷ്യസ് വാസ് ദ കേക്ക്. ദ കേക്ക് വാസ് സോ ഡെലീഷ്യസ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് സോ ഡെലീഷ്യസ് വാസ് ദ കേക്ക് എന്ന് പറയാം. സോ ഡെലീഷ്യസ് വാസ് ദ കേക്ക് ദാറ്റ് എവരിബഡി ആസ്ക്ഡ് ഫോർ സെക്കൻഡ്സ്. എല്ലാവരും വീണ്ടും ചോദിച്ചു. ഇനി ഇന്നത്തെ ഹോംവർക്ക്. ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. നമ്മുടെ സ്പീച്ചും റൈറ്റിംഗും കൂടുതൽ ഇംപ്രസീവ് ആക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന പവർഫുൾ ആയതും ഈസി ആയതുമായ ഒരു ടെക്നിക്കാണ് ഇൻവേർഷൻ. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് ഇഷ്ടമാവുന്നവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.